നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ അങ്ങനെ അധികമൊന്നും സംസാരിക്കാനില്ല. കുറച്ചൊരു ഡിസപ്പോയിൻ്റായി. അപ്പോൾ എൻ്റെ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ വ്ളോഗൊക്കെ തുടങ്ങിയതും പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടും. ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റായി ആക്ച്വലി ലാസ്റ്റ് വെനസ്ഡേ എന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് ആക്ച്വലി പേയ്മെൻറ്റ് കിട്ടേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബിസിനസ്സിൻ്റെ കുറച്ച് പേയ്മെൻറ്റ്സ് എനിക്ക് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഡിലേ ആയി. കഴിഞ്ഞ് നാളെ വരാനാണ് അവർ പറഞ്ഞത്. അത് അവർ സോർട്ട് ഔട്ട് ചെയ്യുന്ന അവർ പറയുന്നത്. പക്ഷേ എനിക്കതൊരു ടെൻഷനായി പോയി. അത് എനിവേസ് അത് ഇനി നാളെ ഡയറക്റ്റ്ലി ചെന്നിട്ട് ആ പേയ്മെൻറ്റ് മേടിക്കാനുള്ള പരിപാടിയാണ്. പറയാൻ പറ്റില്ല, ഇനി കിട്ടുമോ കിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം. അപ്പോൾ അത് നമ്മൾക്കതൊന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്കൊന്ന് സെപ്റ്റംബർ ആവുന്നൊന്നും എല്ലാതും കൂടി ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിന് മുമ്പ് പോകാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ ഈവൻ ഒരു ദിവസം കഴിഞ്ഞാലും ശരി എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീർത്തിട്ട് പോകാനുള്ള പരിപാടിയാണ് എൻ്റെത്. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റ്സ് വന്നിരുന്നു. പല ആൾക്കാരും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം എൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ ഫേസ് ചെയ്യുന്നത് എനിക്കറിയുള്ളൂ. പലരുടെയും പല പ്രശ്നങ്ങൾ. ചിലർക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ബാങ്ക് ലോണിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ചിലർ വിസ കഴിഞ്ഞവരുണ്ട്. അങ്ങനെ പല പ്രവാസികളും ഇവിടെ ഉണ്ട്. എല്ലാവരും ഏറ്റവും ആദ്യം മരുന്ന് ചെയ്യുന്ന തെറ്റുകളെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് 1 മാസം 2 മാസം കഴിഞ്ഞ് ജോലി കിട്ടി കഴിഞ്ഞിട്ട് അവർ ഏറ്റവും ആദ്യം ചെയ്യണതാണ് ഒന്നുകിൽ ലൈസൻസ് എടുക്കുക അല്ലെങ്കിൽ ലോൺ എടുക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ലോൺ എടുക്കാണ്ടിരിക്കുക. നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ വീട് പണിയണോ അതോ പെങ്ങന്മാരെയോ അനിയന്മാരെയോ ചേട്ടന്മാരെയോ ആരെങ്കിലും കല്യാണം കഴിപ്പിക്കണമെന്ന് വെച്ചാൽ അത് ഇവിടുന്ന് പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചെയ്യുക. അതുവരെ ക്ഷമിക്കുക. ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞിട്ട് ഒരിക്കലും ലോണോ ക്രെഡിറ്റ് കാർഡോ ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അത് എടുത്തു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ അത് അടയ്ക്കാൻ പറ്റാണ്ടായാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. മനസ്സിലായില്ലേ? അങ്ങനെ കുറേ ആൾക്കാർ പെട്ടവർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ സ്പെഷ്യലി അതിനെ പറ്റിയിട്ട് പറയാനും കൂടിയാണ് ഇന്നത്തെ വ്ളോഗ് ഉണ്ടാക്കുന്നത്. പലരും പെട്ടത് ഈ പ്രശ്നം കാരണം. പാൻഡമിക് വരുന്ന ആരും നേരിട്ട് കണ്ടില്ല. അപ്പോൾ അതിന് മുമ്പ് 1 കൊല്ലം മുമ്പ് വന്ന് ജോയിൻ ചെയ്തവർ ലോൺ എടുത്ത് 4 കൊല്ലത്തെ ലോൺ എടുത്ത് 3 കൊല്ലത്തെ ലോൺ എടുത്തിട്ട് നല്ലൊരു എമൗണ്ടാണ്. ചിലപ്പോൾ 20,000 ദിറം ആയിരിക്കും, അല്ലെങ്കിൽ 5,000 ദിറം വരെ എടുത്തവരുണ്ട്. പക്ഷേ 5,000 പിന്നെ 20,000 ദിറമായി. 20,000 എടുത്തവർ ചിലപ്പോൾ അത് 100,000 ദിറമായി. അങ്ങനെ പല പ്രശ്നങ്ങളിലും പെട്ടവരുണ്ട്. പിന്നെ അത് കൊടുക്കാണ്ടായാൽ നമ്മൾ നേരെ പോണത് ജയിലിലായിരിക്കും. പിന്നെ ആരെങ്കിലും പുതുതായിട്ട് UAE-ലോ മസ്കറ്റിലോ അല്ലെങ്കിൽ സൗദിയിലോ കുവൈറ്റിലോ ഏതെങ്കിലും GCC കൺട്രിയിൽ പോകണമെന്ന് വെച്ചാൽ പ്ലീസ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ലോൺ എടുക്കാണ്ടിരിക്കുക. എൻ്റെ ഒരു റിക്വസ്റ്റാണത്. കാരണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നാളെ ആ ജോലി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലോൺ എടുക്കാണ്ടിരിക്കുക. ക്രെഡിറ്റ് കാർഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. ക്രെഡിറ്റ് കാർഡ് ഒരിക്കലും എടുക്കരുത്. ക്രെഡിറ്റ് കാർഡ് എടുക്കാണ്ടിരിക്കുക. ഇതിൽ പെടാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ആർക്കും ചെക്ക് കൊടുക്കരുത്. ഇവിടെ വീടിന് വേണ്ടിയിട്ട് ചെക്ക് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ പുതിയൊരു സിസ്റ്റം വരുന്നുണ്ട്, എല്ലാതും വയർ ട്രാൻസ്ഫർ മാതിരി ബാങ്കിങ്ങിൻ്റെ. പക്ഷേ അതൊക്കെ വരുമ്പോഴൊരു സമയമാവും. ടെക്നോളജി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ ബാങ്കിങ്ങിൽ നമ്മളുടെ ഇന്ത്യ വളരെ മുമ്പിലാണ്. പക്ഷേ ഇവിടെ ഇപ്പോഴും അവർ പിന്നോട്ടാണ്. ഇപ്പോഴും ഇവിടെ ചെക്കിൻ്റെ രീതിയിലാണ് ഇവർ നീങ്ങുന്നത്. അപ്പോൾ ചെക്കിൻ്റെ എന്തെങ്കിലും ബൗൺസായി കഴിഞ്ഞാൽ നിങ്ങളത് പെടും. കാരണം ഇവിടെ ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്കാണ്. 1 ചെക്ക് ബൗൺസ് 2 ചെക്ക് ബൗൺസ് മാക്സിമം 3 ചെക്ക് ബൗൺസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അങ്ങോട്ട് കുറയും. അപ്പോൾ ഒരു പ്രാവശ്യം ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ലോണോ പിന്നെ എന്താണ് പറയുക എനി അതർ ഫെസിലിറ്റീസ് ഇവിടെ കിട്ടുന്നത് അത് കിട്ടില്ല. എല്ലാതും എമിറേറ്റ്സ് ഐഡിയിൽ ഉണ്ടാവും. എമിറേറ്റ്സ് ഐഡി ഇല്ലാണ്ട് ഇവിടെ ഒന്നും നടക്കില്ല. അപ്പോൾ പ്ലീസ് ലോൺ എടുക്കാണ്ടിരിക്കുക. ലോൺ എടുക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നന്നാവുള്ളൂ. അത്രയും നിർബന്ധം എന്ന് വെച്ചാൽ മാത്രം 1 കൊല്ലോ 2 കൊല്ലോ നിങ്ങൾ സെറ്റിലായി കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിൽ നല്ലോണം സെറ്റിലായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ കമ്പനി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. സ്പെഷ്യലി മൾട്ടിനാഷണൽ കമ്പനി വെച്ചാൽ ഓക്കെ, നമ്മൾക്ക് മനസ്സിലാക്കാം വലിയ കമ്പനിയാണ്. പക്ഷേ മൾട്ടിനാഷണൽ കമ്പനീസ് വരെ ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും ശരി നെസ്ലെ ആയാലും ശരി അവർ വരെ വലിയ എമൗണ്ടിലെ ആൾക്കാരെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. പുതിയ ആൾക്കാർ UAE-ലോ ഗൾഫ് സ്റ്റേറ്റിലോ ആരെങ്കിലും വരണമെന്ന് വെച്ചാൽ. വേറൊരു പുതിയ സംഭവം ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ GCCയുടെ ഉള്ളിൽ അവർ സൗദി ആയാലും ശരി കുവൈറ്റ് ആയാലും ശരി UAE ആയാലും ശരി ബഹ്റൈൻ ഇങ്ങനെ എല്ലാ GCC കൺട്രീസും കൂടിയിട്ട് ഒരു ട്രീറ്റി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ യൂണിവേഴ്സൽ ഒരു ട്രീറ്റിയാണ് അത്. ബേസിക്കലി അതിലെന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ലോൺ എടുത്തിട്ടെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ നിങ്ങൾ ലോൺ കൊടുക്കാണ്ട് ഇവിടെ നിന്ന് മുങ്ങി അല്ലെങ്കിൽ നാട്ടിൽ പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കണം UAE-ൽ വന്ന് എന്നെ പിടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സൗദിയിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ ജോലി നോക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങളെ പിടിക്കില്ല. കാരണം ലോൺ നിങ്ങൾ ഇവിടെ നിന്നല്ല എടുത്തത്.
പക്ഷെ അതല്ല ഇപ്പോൾ പുതിയൊരു ട്രീറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട് അതിനായിട്ട് സംസാരിച്ചും അതൊരു നിയമമാക്കി കൊണ്ടുവരാനുള്ളൊരു പരിപാടിയാണ്. അതിൽ കൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സൗദിയിൽ പോയി കഴിഞ്ഞാൽ UAE ലോൺ എടുത്തെന്ന് വെച്ചാലും അവിടെയും പിടിക്കും. അതിപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കണം. അപ്പോൾ എന്തായാലും ലോൺ എടുത്തു കഴിഞ്ഞാൽ ഏത് GCC കൺട്രിയിലും നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പോകുമെന്ന് വെച്ചാൽ അതൊരു യൂണിവേഴ്സൽ ട്രീറ്റി ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അത് എവിടെയായാലും ശരി അവർ പിടിക്കും. അപ്പോൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. സ്പെഷ്യലി എൻ്റെ സബ്സ്ക്രൈബറിനോട് വളരെ നന്ദിയുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 600-ലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സായി. എനിക്ക് തോന്നുന്ന എൻ്റെ പ്രശ്നങ്ങൾ സെയിം, ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പലരും ഇവിടെ ഗൾഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ഗൾഫ് എന്ന് പറഞ്ഞാലും ഇന്നത്തെ ഗൾഫ് എന്ന് പറഞ്ഞാലും വളരെ വ്യത്യാസമുണ്ട്. അവർക്കിപ്പോൾ പൈസയുടെ വാല്യൂ അറിയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ 10-25,000 ദിറ ആയാലും ശരി, ആ 10-25,000 ദിറ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മൾ ചിലവാക്കും. പിന്നെ നമ്മളുടെ കഴിവനുസരിച്ചിട്ടിരിക്കും. എല്ലാവർക്കും അങ്ങനത്തെ ഒരു കഴിവുണ്ടെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മൾ സേവ് ചെയ്യണം. സേവിങ് ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. എൻ്റെ തെറ്റ് അതായിരുന്നു, എൻ്റെ കയ്യിൽ സേവിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി അത് കാരണം ഞാൻ പെട്ടുപോയി. ഉണ്ടായിരുന്ന സേവിങ് ഉണ്ടായിരുന്നതും ആക്ച്വലി പല പ്രശ്നങ്ങളും വരും. ഇവിടെ തന്നെ പല പ്രശ്നങ്ങളും വന്നു. അപ്പോൾ അങ്ങനെ പല ഇതൊക്കെ വരുമ്പോഴും നമ്മളുടെ പൈസ, സേവിങ് പൈസ ഇവിടെ തന്നെയാണ് പോണത്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചിലവ് ഇപ്പോൾ പണ്ടത്തെ മാതിരി ഒന്നുമല്ല, ചിലവും കൂടിയിട്ടുണ്ട്. അവരുടെ എക്കണോമി അനുസരിച്ച്, അവരുടെ കൺട്രിയുടെ എക്കണോമി അനുസരിച്ചിട്ട് അവർ ശരിയാണ് എന്ന് വെച്ചാൽ അവർ ടാക്സേഷൻ പോളിസി കൊണ്ടുവരാണ്ടിരിക്കോ അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പുതിയ ടാക്സേഷൻസ് ഉണ്ട്. ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ വരെ എത്ര പൈസ വയ്ക്കുക എന്നുള്ള ടാക്സേഷൻ നിർമ്മല സീതാരാമൻ തുടങ്ങി. അതും ക്രാപ്പാണ്, എനിക്കറിയാം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എങ്ങനെ ജീവിച്ചു പോകണു അതനുസരിച്ചിട്ട് തന്നെ ഇവിടെയും ആൾക്കാർ വന്നിട്ട് ജീവിച്ചു പോകുന്നു. പക്ഷേ ആ സെയിം എമൗണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു 10,000 25,000 അല്ലെങ്കിൽ ഒരു 2,500 ദിറം കിട്ടിയാലും നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങളിവിടെ ജീവിക്കുള്ളൂ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഫ്രീഡം വിട്ടിട്ടാണ് നിങ്ങളിവിടെ വരുന്നത്. പിന്നെ നിങ്ങളുടെ ക്ലൈമറ്റ്, നിങ്ങളുടെ നാട്ടിലുള്ള ക്ലൈമറ്റ്, നമ്മൾക്ക് എത്ര ക്ലൈമറ്റ്സ് ഉണ്ട് നാട്ടിൽ. പിന്നെ നമ്മളുടെ ഫ്രീഡം, നമ്മുടെ രാജ്യം. എനിക്കറിയാം പലരും ഉണ്ട് നമ്മുടെ രാജ്യത്തിനായിട്ട് വെറുക്കണവരും ഉണ്ട്. അവരും എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു നാട്ടിലൊന്നുമില്ല, ഇപ്പം എല്ലായിടത്തും പൊളിറ്റിക്സാണ്, കറപ്ഷന്, മറ്റാണ്. ശരിയായിരിക്കാം, പക്ഷെ നമ്മളുടെ നാടാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ നാട്ടിൽ നമ്മൾ നിൽക്കുന്ന വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് നമ്മൾ നിൽക്കുന്ന വെച്ചാൽ നമ്മൾക്ക് അതിൻ്റേതായ ഫ്രീഡം ഉണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ അതില്ല. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് വന്നാലും നമ്മൾ രക്ഷപ്പെടാൻ പോണില്ല. രക്ഷപ്പെടുന്ന വെച്ചാലും അവരുടെ രീതി അനുസരിച്ച് നമ്മൾ നീങ്ങണം. എന്നാൽ പിന്നെ ഓക്കെ. എന്നാൽ ഞാൻ പറയണില്ല ഇവിടെ വന്നവർ രക്ഷപ്പെടാത്തവരില്ലാന്ന്. ഇവിടെ വന്നവരും രക്ഷപ്പെട്ടവരുണ്ട്, ഇഷ്ടം പോലെ ആൾക്ക് രക്ഷപ്പെട്ടവരുണ്ട്. ലൂലു എന്നെ കണ്ടില്ലേ, കോടിക്കണക്കിന് കോടീശ്വരന്മാരായവരുണ്ട്. പക്ഷേ ചിലവർ ഒന്നും ഉണ്ടാക്കാത്തവരുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ആദ്യം റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ഇപ്പോൾ ഒരു പുറം രാജ്യത്ത് പോകണം. ഞാൻ മിഡിൽ ഈസ്റ്റ് മാത്രമല്ല പറയുന്നത്. പുറം രാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ UK-ലോ US-ലോ കാനഡയിലോ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാലും നമ്മൾ നല്ലോണം റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് പിന്നെ അതനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ കണക്കാക്കിയിട്ട് മാത്രമേ നമ്മൾ നീങ്ങാൻ പാടുള്ളൂ. എനിക്ക് അത്രയും പറയാനുള്ളൂ. ബാക്കി കുറേ ആൾക്കാർ എന്നോട് കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇത് കുറേ ആൾക്കാരെൻ്റെ വ്ളോഗ് ഫുള്ളായിട്ട് കാണില്ല. ഒരു വ്ളോഗ് കണ്ടിട്ട് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ എൻ്റെ ഫുള്ള് വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എന്ത് സിറ്റുവേഷനിലാണ് ഞാനത് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഈ വീഡിയോ കാണുമെന്ന് വെച്ചാൽ പ്ലീസ് എൻ്റെ ലിവിങ് ദുബായ് വീഡിയോ കണ്ടാലും പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വ്ളോഗ് അതിൻ്റെ കഴിഞ്ഞിട്ട് കണ്ടാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. പുതിയ ആൾക്കാർ ഇവിടെ വരുന്നവർ പ്ലീസ് നല്ലോണം റിസർച്ച് ചെയ്തിട്ട് വരാം. നാട്ടിൽ നിങ്ങളിപ്പോൾ ഒരു 1,00,000 റുപ്യ ഉണ്ടാക്കുന്ന ചില ശമ്പളം, നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി വിത്ത് ദുബായ് അല്ല, UAE-ലോ ഗൾഫിലോ GCC-ലോ എവിടെ ചെന്നാലും കമ്പാരിറ്റീവ്ലി കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ ചുരുക്കമാണ്. അപ്പോൾ നമ്മൾക്ക് അതനുസരിച്ച് നമുക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റും. അതാണ് ആൾക്കാർ മനസ്സിലാക്കാത്തത്. ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ നോക്കി, ഈവൻ റെൻറ്റിലായാലും ശരി, പല ഇതിലും നമ്മളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് നാട്ടിൽ വളരെ ചുരുക്കമാണ്. ഒരു ചായക്ക് നമ്മുടെ നാട്ടിൽ എന്താ വില, ഇവിടെ ഒരു ചായക്ക് എന്താ വില, അത് മാത്രം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാം. ഇവിടെ ഞാൻ ഒരു ചായക്ക്, സാധാ ഒരു കട ചായക്ക് ഞാൻ 1 ദിർഹം കൊടുക്കണം. പക്ഷേ അതുമാതിരി തന്നെ ഒരു സമാവരി ചായ മേടിക്കണം വെച്ചാൽ 2 ദിർഹം. അതുതന്നെ ഒരു ഓൾമോസ്റ്റ് 40-50 റുപ്യ. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും നമ്മുടെ നാട്ടിലെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും എല്ലാതും നല്ലോണം റിസർച്ച് ചെയ്തിട്ടേ നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. ഷുഡ് ഐ ഗോ ടു അനദർ കൺട്രി ഓർ നോട്ട്? കുറേ ആൾക്കാർ ട്രേഡിങ്ങിനെ പറ്റിയിട്ട്
ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ എന്താ ഉപയോഗിക്കുന്നത്, ഏത് ട്രേഡിംഗ് ആപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഡെമോയിലേ കാണിക്കുള്ളൂ. എൻ്റെ നോർമൽ ട്രേഡിങ്ങിൻ്റെ ഇതിൽ ഞാൻ കാണിക്കില്ല. ഞാൻ ഇപ്പോഴും ഡെമോയിൽ പേപ്പർ ട്രേഡിങ് ചെയ്തിട്ട് ഞാൻ കുറേ സ്ട്രാറ്റജീസ് ഞാനിപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എന്നിട്ടേ ഞാൻ കുറേ ട്രേഡിങ് ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ പ്ലീസ് ഞാൻ ഇത്രയും പറയാനുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ കയറാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ റിസ്ക് ഉള്ളത് നിങ്ങൾ അറിയണം. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പലരും അത് ഗാംബ്ലിംഗ് ആയിട്ട് ആ രീതിയിൽ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ നമ്മളത് ആ രീതിയിൽ മാറാണ്ട് റിസ്ക് എങ്ങനെ എടുക്കാൻ പറ്റണോ അത് നമ്മൾ ശരിക്കും പഠിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾക്ക് അതിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആരെങ്കിലും ട്രേഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം ഒരു ഡെമോ അക്കൗണ്ട് തുറന്നാലും നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. 1 മാസം 2 മാസം 3 മാസം പ്രാക്ടീസ് ചെയ്തിട്ട്. പക്ഷേ 1 കൊല്ലം പ്രാക്ടീസ് ചെയ്താൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങളുടെ പൈസയാണ് നിങ്ങൾ ഇടാൻ പോണത്, ഇൻവെസ്റ്റ് ചെയ്യാൻ പോണത്. വലിയ എമൗണ്ട് ഒന്നും ഇടണ്ട, ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് തുടങ്ങാം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങുകയും ചെയ്യാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാം നെക്സ്റ്റ് വ്ളോഗിലോ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ ഉണ്ടാക്കാം. അതുകൊണ്ട് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് എൻ്റെ ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് ചെയ്യുന്നതും പിന്നെ ഞാൻ ട്രേഡ് എടുക്കുന്നതും. കാരണം ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും ജോലിയൊന്നും കിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ സ്വയം എൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോൻ്റെ മാതിരി ചെറിയൊരു സ്റ്റുഡിയോ ഉണ്ടാക്കിയിട്ട് അഡ്വർടൈസ്മെൻറ്റോ അതിൻ്റെ മ്യൂസിക്കോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് വിൽക്കാനും പിന്നെ പഠിപ്പിക്കാനും. പിന്നെ ഞാൻ DJing ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ DJing പഠിപ്പിച്ച് പ്ലസ് മ്യൂസിക് പ്രൊഡക്ഷൻ പഠിപ്പിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇപ്പം എൻ്റെത്. അതല്ലാണ്ട് ട്രേഡിങ്ങും ഇതെൻ്റെ ഒരു പാസീവ് ഇൻകം ആയിട്ടാണ്. യൂട്യൂബും എൻ്റെ പാസീവ് ഇൻകം ആയിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. ഇപ്പം പലരും ചോദിച്ചിരുന്നത് എൻ്റെ പ്ലാൻ എന്താണ്. അപ്പോൾ കുറച്ച് പൈസ എനിക്ക് കിട്ടാണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഒരു 5-6 മാസം എങ്ങനെയെങ്കിലും ജീവിച്ചു പോവാം. അപ്പോൾ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ പറയുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ആൾക്കാർ നമ്മൾക്ക് പൈസ കിട്ടാനുള്ളത് കിട്ടുമോ ഇല്ലയോ. അപ്പോൾ നാളെ ചെന്നാലും എനിക്ക് അറിയാൻ പറ്റുള്ളൂ എൻ്റെ ഫുള്ള് എമൗണ്ട് കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പോൾ എനിവേസ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ അധികം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വെനസ്ഡേ കിട്ടാനുള്ള പൈസ കിട്ടിയില്ല. അപ്പോൾ ഇനി നാളെയാണ് ഞാൻ പോകുന്നത്. നാളെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹോപ്പ്ഫുള്ളി എൻ്റെ കേസ് തീർക്കണം. പൈസ കൊടുത്ത് എൻ്റെ കേസ് തീർക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച എനിക്കൊന്ന് സെപ്റ്റംബറിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ സെപ്റ്റംബറിലേ പോകാൻ പറ്റുള്ളൂ. കാരണം അതുപോലെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേനും പിന്നെ ഒരു 10 ദിവസം കൂടിയുള്ളൂ ആംനസ്റ്റിക്ക്. അപ്പോൾ മേ ബി ഞാൻ അതിൽ കൂടെ തന്നെ ആയിരിക്കും പോണത്. അപ്പോൾ അത്രയും പൈസ എനിക്ക് ലാഭിക്കാം. ലെറ്റ് സി ഹൗ തിങ്സ് ഹാപ്പൻ. അപ്പോൾ ഫ്രണ്ട്സ് ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഇന്ന് അധികം സമയമില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം വന്നിരിക്കുന്നു. ഇവിടെ മുകളിൽ റൂഫ് ടോപ്പിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. കുറച്ച് കാറ്റും കൊള്ളാമെന്ന് വിചാരിച്ചു. നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വ്ളോഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. കാണാം ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട്. നിങ്ങൾ പുതിയ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ പ്രാർത്ഥിക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.